ഹലോ, എല്ലാവർക്കും നമസ്കാരം. 777 ജാക്സൺസിൻ്റെ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ ഇനി ക്രിസ്മസിന്. നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെയായി? ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാൾ ഈ ക്രിസ്മസ് തൊപ്പിയാണ്. ഈ തൊപ്പികളെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ സീസണിൽ ഷോപ്പുകളിലെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന കളേഴ്സ് ഏതൊക്കെയാ? റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ്. ഗോൾഡും സിൽവറും മാറ്റി നിർത്തുന്നതല്ല, എങ്കിലും കാഴ്ചക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എപ്പോഴും ഗ്രീൻ ആൻഡ് റെഡ് തന്നെയാണ്. റെയിൻഡിയർ, സ്നോമാൻ, ഷോക്കേസ് പീസസ് ആയിട്ട് വുഡിൽ ചെയ്തിരിക്കുന്ന സ്മോൾ ക്രിസ്മസ് ട്രീസും, സോഫ്റ്റ് ക്ലോത്തിൽ ചെയ്തിരിക്കുന്ന കുറച്ച് ബിഗ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീസും, സാന്താക്ലോസ്, റെയിൻഡിയർ, സ്ക്യൂറൽ, ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവർക്ക്. ഈ ഡോർ ഹാങ്ങിങ്സ് ഒക്കെ കണ്ടോ? എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഈ കലമാൻ കൂട്ടത്തിൽ ശ്രദ്ധിച്ചില്ലേ? ഗോൾഡൻ കളറ്, ഓഫ് വൈറ്റ്, റെഡ്, ഈ കളർ തീംസിലൊക്കെയാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. ഈ സാന്താക്ലോസിനൊക്കെ നോക്കിയേ, നമ്മൾ സാധാരണ കാണാറുള്ള റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള സാന്താക്ലോസ് അല്ല കേട്ടോ ഇവിടെ കണ്ടത്. ഗ്രേ, ഗോൾഡൻ കളറും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആയിരുന്നു. ക്രിസ്മസിനായിട്ട് ക്രോക്കറീസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കാഴ്ചകളുടെ ഒരു ലോകം തന്നെയായിരുന്നു ഈ ഷോപ്പിൽ ഇവർ ഒരുക്കിയിട്ടുള്ളത്. ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ടുള്ള ഹാങ്ങിങ്സ് കണ്ടില്ലേ? വൻ കളക്ഷനാണ്. പഴയ ക്രിസ്മസ്, പുതിയ ക്രിസ്മസ് ഇങ്ങനെയൊന്നുമില്ല. സന്തോഷം എപ്പോഴും ഒന്ന് തന്നെയല്ലേ. എങ്കിലും ഒന്ന് പറയട്ടെ, കണ്ണുകളെ കോരിത്തെറിപ്പിക്കുന്ന നിറങ്ങൾ, കാഴ്ചകൾ ഒന്നുമില്ലാതെ എന്ത് ക്രിസ്മസ്? സത്യം പറഞ്ഞാൽ പല പല ഷോപ്പുകളിലും കയറി നടന്ന് വ്യത്യസ്തമായ അലങ്കാരങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും ഒരു സുഖം തന്നെയല്ലേ. ക്രിസ്മസ് ഷോപ്പിംഗ് ഒരു അനുഭവമാക്കാൻ ഇന്ന് മത്സരിക്കുകയാണ് എല്ലാ ഷോപ്പുകളും. ക്രിസ്മസ് ട്രീസ്, മഞ്ഞ് പെയ്യുന്ന ക്രിസ്മസ് ട്രീകളും പച്ച കളറായിട്ട് മഞ്ഞൊന്നും ഇല്ലാതെ തന്നെയുള്ള ക്രിസ്മസ് ട്രീകളും എല്ലാം ലൈറ്റ്സ് ഒക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീസ് എന്നോർക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? നല്ല മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ കാണുന്ന എവർ ഗ്രീൻ ട്രീസ്. ഈ ഗ്രീൻ കളർ എന്ന ക്രിസ്മസിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് നൽകിയ എറ്റേണൽ ലൈഫാണ്. റെഡ് കളറോ? റെഡ് കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആത്യന്തികമായ സ്നേഹമാണ്. വൈറ്റ് കളർ പീസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശാന്തിയും സമാധാനവും.
ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പല പല കാര്യങ്ങൾ അവിടെ കണ്ടെങ്കിൽ ദേ സ്റ്റാർ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീസ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇതേ ക്രിസ്മസ് ട്രീ സിംബലൈസ് ചെയ്യുന്ന ഓരോ സ്ട്രക്ചേഴ്സാണ് ഇതെല്ലാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. പല കളർ ക്ലോത്ത്സിലൊക്കെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ക്രിസ്മസ് ബാഗ്സ് ആണ് കേട്ടോ. ഗിഫ്റ്റ് ബാഗ്സ്, ക്രിസ്മസ് പാപ്പായുടെയും പല വർണ്ണങ്ങളിലും പല ഡിസൈനിലും എല്ലാം ഒരുക്കിയിട്ടുള്ള ഗിഫ്റ്റ് ബാഗ്സ്. പണ്ടത്തെയൊക്കെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു അല്ലേ? ക്രിസ്മസ് സ്റ്റാറിടും, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, ക്രിസ്മസ് കേക്ക് മുറിക്കും, പിന്നെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ക്രിസ്മസ് കാർഡ്. നമ്മുടെ നാട്ടിൽ കാർഡ്സ് കുറേ അധികം കാണാമായിരുന്നു. ഇവിടെ കൂടുതലും എല്ലാവരും ഗിഫ്റ്റുകളുടെ കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ്? അടുത്തില്ലാത്ത സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ഡിസംബറിൽ നിങ്ങളുടെ അടുത്തെത്തുന്ന ആ ക്രിസ്മസ് കാർഡ് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയിരുന്നത് ചിലപ്പോൾ ആ കാർഡ്സ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ പലരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വന്നിട്ടുണ്ടാകും. എന്തിനാന്നല്ലേ? 10-15 രൂപയ്ക്ക് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന ആ കാർഡ് നമ്മൾ സ്വന്തം കൈയക്ഷരത്തിൽ വേണ്ടപ്പെട്ടവർക്ക് അയച്ച് ക്രിസ്മസ് വിഷസ് നമ്മൾ പറയുമ്പോൾ അത് എത്രയോ വിലപ്പെട്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇതെല്ലാം തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസ് തീംസിലുള്ള ഷോ പീസസ് ആണ് കേട്ടോ. സോനീഷ് എന്നൊക്കെ പറയാം. ഇതെല്ലാം ക്രിസ്മസ് പാപ്പായുടെയും ക്രിസ്മസ് ട്രീയുടെയും ടവറിൻ്റെയും ക്രിസ്മസ് ക്രിബിൻ്റെയും എല്ലാ മോഡലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ലൈറ്റ്സും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. സൗണ്ട്സും ലൈറ്റ്സും എല്ലാം തന്നെ ഉണ്ട്. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് സ്കൂളിലേക്ക് ക്രിസ്മസ് പ്രോഗ്രാമിനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഈ സിറ്റി സ്റ്റാറിലോട്ട് വന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലെത്തിയിട്ടോ. ഇത് സാൽമിയിൽ തന്നെയാണ്. സാധാരണ ഒരു പർച്ചേസിന് നമുക്ക് പെട്ടെന്നൊരു ഓപ്ഷൻ എന്ന് പറയാവുന്നത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റാണ്. ഈ എൻട്രൻസിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ റെഡിയായി നിൽപ്പുണ്ട്. അതിനടുത്ത് തന്നെ കേക്കും വൈനും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുരിങ്ങയിലയാണ് കേട്ടോ. നമുക്ക് പാക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. പല നിറത്തിലുള്ള ക്യാപ്സിക്കമാണ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാ ഷോപ്പിലും കാണുന്ന പോലെ തന്നെ നോർമലായിട്ട് പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും മറ്റ് സാധനങ്ങൾക്കുമായിട്ട് പ്രത്യേകം കൗണ്ടറുകളാണുള്ളത്. കുവൈറ്റിൽ കുറേയധികം ഷോപ്പിംഗ് സെൻ്ററുകൾ ഉണ്ടെങ്കിലും ഇന്ത്യൻസ് കൂടുതലായിട്ടും പോകാറുള്ളത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ലുലു അല്ലെങ്കിൽ സിറ്റി സെൻറ്റർ എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഹാവല്ലി അല്ലെങ്കിൽ സാൽമിയ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സാധാരണ ഒരു പർച്ചേസിങ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. എല്ലാ കൺട്രീസിൽ നിന്നുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഗ്രാൻഡ് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ അത് മനസ്സിലാകും. കൂടുതലായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ചുകൂടി അധികം ഉണ്ട്. ഇതാണ് പീച്ചിങ്ങ, ഇതും ഇവിടെ കിട്ടും. അതിനടുത്ത് പപ്പായ ഇരിപ്പുണ്ട്. ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, നമ്മുടെ നാടൻ മഞ്ഞൾ, കൂർക്ക, മധുരക്കിഴങ്ങ്, കപ്പ, ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ.
നമ്മുടെ കിറ്റ് കാറ്റ് ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, റാസ്ബെറി, സ്ട്രോബെറി, ആൽമണ്ട് എന്നിങ്ങനെ പല ഫ്ലേവേഴ്സ് ഞാനിപ്പോഴാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഞാൻ കുറച്ച് വൈകി, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ഷോപ്പിംഗ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി. ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഇപ്പോൾ ഒരുവിധം കാലിയായി തുടങ്ങിയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ബിൽ കൗണ്ടറിലെത്തി. ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഗ്രാൻഡിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഗോൾ കിക്ക് എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മുടെ ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കാഴ്ചകളൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും ക്രിസ്മസ് വെരി സിമ്പിൾ ടു ഡിഫൈൻ, ലവിങ് അതേഴ്സ് എന്ന് ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇന്നത്തേക്ക് ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.